നമസ്കാരം. മലബാറിൽ നിന്നും ഏറ്റവും അധികം ആൾക്കാർ ബാംഗ്ലൂരിലേക്ക് പോകാൻ ആശ്രയിക്കുന്ന ഒരു ട്രെയിൻ ഉണ്ട്. അതിലാണ് ഇന്ന് യാത്ര പോകുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:05 ബാംഗ്ലൂരിലെ യശ്വന്ത്പൂരിലേക്ക് പോകുന്ന എക്സ്പ്രസിനാണ് ഇന്നൊരു യാത്ര. ഞങ്ങളിപ്പോ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോ സമയം വൈകുന്നേരം 3 മണിയായി. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയാണ് ഉണ്ടായത്. ഇപ്പൊ ഇവിടെ എത്തിയ സമയത്ത് കാലാവസ്ഥ അടിമുടി മാറി, നല്ല വെയില്. ഒന്നുമല്ല, മഴ വെയിൽ ഇങ്ങനെ മാറി മാറിയിട്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വരുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് 3:40 ഒരു ട്രെയിൻ ഉണ്ട്. അതിനാണ് ഞങ്ങൾ നേരെ കയറി കണ്ണൂരേക്ക് പോകുന്നത്. അതായത് മംഗളൂരു സെന്ററിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന എക്സ്പ്രസ്. ഞങ്ങൾ ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. നീലേശ്വരം വഴി ഇപ്പൊ 2 ട്രെയിനുകൾ കടന്നു പോകുന്നത് കാണാം. ഒന്ന് പൂണെന്ന് എറണാകുളത്തേക്കുള്ള സൂപ്പർ ഫാസ്റ്റും മറ്റൊന്ന് മംഗളൂരു നിന്ന് ചെന്നൈയിലേക്കുള്ള മെയിലും. ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് കടന്നു വരികയാണ്. ഇതിനിവിടെ സ്റ്റോപ്പ് ഉണ്ട്. ആദ്യം വരുന്ന ട്രെയിൻ മംഗളൂരു MGR ചെന്നൈ സെൻട്രൽ മെയിലാണ്. നീലേശ്വരത്തേക്ക് 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. വണ്ടി ഇപ്പോൾ വരും. പൂനെ ജംഗ്ഷൻ, എറണാകുളം ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ്. പൂർണ്ണ എക്സ്പ്രസ് ആയിട്ട് റാക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണിത്. മലബാറിൽ നിന്നും ബാംഗ്ലൂരേക്ക് പോകാൻ പ്രധാനപ്പെട്ട 3 ട്രെയിനുകളാണ് ആകെയുള്ളത്. ഒരു വീക്കിലി വണ്ടിയും 2 ഡെയിലി വണ്ടിയും. വീക്കിലി വണ്ടി ഏതാന്ന് പറഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചയും മംഗളൂരു സെൻറ്ററിൽ നിന്ന് രാത്രി 8 മണിക്ക് യശ്വന്ത്പൂരിലേക്ക് പോകുന്ന ഒരു വണ്ടിയാണ്. അത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അവിടെ എത്തും. അത് പോകുന്ന റൂട്ട് കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് വഴിയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വണ്ടി നമ്മളിന്ന് പോകുന്ന ഡെയിലി വണ്ടി, അത് കണ്ണൂരിൽ നിന്ന് വൈകിട്ടാണ്. അതുപോലെ തന്നെ അത് പോകുന്ന റൂട്ട് പറഞ്ഞാൽ കോഴിക്കോട്, സെയിം റൂട്ട് തന്നെയാണ്. അതേപോലെ മൂന്നാമത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് വൈകിട്ട് 5:05 KSR ബംഗളൂരേക്ക് പോകുന്ന ഒരു ഡെയിലി വണ്ടി. അത് പോകുന്ന റൂട്ട് പറഞ്ഞാൽ നേരെ നമ്മുടെ കാസർഗോഡ് ജില്ല വഴിയാണ്. നേരെ സുബ്രഹ്മണ്യ റോഡ്, അസം വഴിയാണ് അത് പോകുന്നത്. കണ്ണൂരേക്ക് പോകാനുള്ള തിരുവനന്തപുരം എക്സ്പ്രസ് ഇതാ നീലേശ്വരം റെയിൽവേ സ്റ്റേഷന്റെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. ട്രിപ്പുകളെല്ലാം നല്ല തിരക്കാണ്. ട്രെയിൻ ഇപ്പം ചെറുവത്തൂരെത്തി. ഇവിടുന്ന് ഈ തിരുവനന്തപുരം എക്സ്പ്രസിനെ രാജധാനി എക്സ്പ്രസ് ഓവർടേക്ക് ചെയ്യും. അത് നീലേശ്വരം കഴിഞ്ഞു രാജധാനി വരികയാണ്. ഇന്നലെ രാവിലെയാണ് ഇത് ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്ന് പുറപ്പെട്ടത്. അഞ്ചായി കണ്ണൂരേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടേക്ക് തന്നെയാണ് നമുക്ക് പോകാനുള്ള ട്രെയിനും വരിക. ഇത് പോയ ഉടനെ തന്നെ അത് വരും ഇവിടത്തേക്ക്. കണ്ണൂരിൽ നിന്നും ഡെയിലി ബാംഗ്ലൂരിലേക്ക് സർവീസുള്ള മറ്റൊരു വണ്ടിയാണിത്. കണ്ണൂർ KSR ബംഗളൂരു എക്സ്പ്രസ്. ഇത് 5:05 ഇവിടുന്ന് പുറപ്പെടുക. നീലേശ്വരം, കാസർഗോഡ്, മംഗലാപുരം, സകലേഷ്പൂർ വഴിയാണിത് ബാംഗ്ലൂർ പോവുക. നാളെ രാവിലെ ഒരു 6:30 ആകുമ്പോൾ ഇത് ബാംഗ്ലൂർ എത്തും. ട്രെയിൻ നമ്പർ 165-28 കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ഇത് പ്ലാറ്റ്ഫോം നമ്പർ 3 കടന്നു വരികയാണ്. 5:10 ഇപ്പോൾ. ഈ ട്രെയിനിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 4 അൺറിസർവ്ഡ് കോച്ചുകളാണുള്ളത്. 2 മുന്നിലും 2 പുറകിലും. 8 സ്ലീപ്പർ ക്ലാസ്, 5 തേർഡ് AC, 3 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC. അങ്ങനെയാണ്. നമ്പർ 5, 6, 6, 1, 9,
ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പർ ക്ലാസ്സിൽ S5 ആണ്. ഈ ട്രെയിൻ റേക്ക് ഷെയറിംഗ് ഉള്ളത് യശ്വന്ത്പൂരിന്ന് ബിദാറിലേക്കുള്ള ഒരു എക്സ്പ്രസ് ആയും യശ്വന്ത്പൂരിൽ നിന്ന് ലാത്തൂരിലേക്കുള്ള ഒരു എക്സ്പ്രസ് ആയിട്ടും ഓടുന്നുണ്ട്. ടോട്ടലി 3 ട്രെയിനുകളാണ്. ആ ഒരു കോച്ച് മതിയായിരുന്നു. ഇത് കുറച്ച് പഴഞ്ചൻ കോച്ചാണ്, 2017 മേട്. അകത്തേക്ക് കയറാം. 51 54 ആണ് ബെർത്ത്. അങ്ങ് അവിടെയാണ്. ഇത് ഇവിടെയാണ് നമ്മുടെ ബെർത്ത്. 54 ഒരു അപ്പർ ബെർത്ത്, 51 മറ്റൊരു അപ്പർ ബെർത്ത്. നല്ലൊരു ഭാഗം തന്നെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഇവിടെ ഈ താഴെയാണ് ഒരു ചാർജിങ് പോയിന്റ് ഉള്ളത്. പിന്നെ ഇവിടെ ഒന്നുണ്ട്. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഈ മുകൾ ഭാഗത്തുണ്ട്. അത് അപ്പർ ബെർത്തിലുള്ളവർക്ക് വളരെ ഉപകാരമാണ്. പിന്നെ നല്ലൊരു മിറർ ഉണ്ട്. കോച്ചിൻ്റെ ഈ ഒരു ബെർത്തൊക്കെ ഓക്കെ ആണ് കേട്ടോ, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. സൈഡ് ലോവർ സൈഡ് അപ്പറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സൈഡ് അപ്പറിൻ്റെ അവിടെ ചാർജിങ് സോക്കറ്റ് ഇല്ല, ഇവിടെയാണ്. നല്ല വൃത്തിയുള്ള കോച്ച് തന്നെയാണിത്. ഇത് S6 കോച്ചാണ്. ഇതിൻ്റെ ഈ ഭാഗത്തെ ക്യാബിനിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഇങ്ങനെയാണ്, ഒരുപാട് ചാർജിങ് പോയിന്റുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഭാഗമായിരുന്നു വേണ്ടത്. അതിലെന്തോ ഭാഗ്യത്തിന് അപ്പർ ബെർത്തിലൊരു ചാർജിങ് പോയിന്റ് ഉള്ളത് ഉപകാരമായി. ഇതിലൊന്നും ആരും വന്നിട്ടൊന്നുമില്ല. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ട്രെയിനുകൾക്കൊക്കെ ടിക്കറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യണം. 3 ആഴ്ച മുന്നെയാണ് ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്യുന്ന സമയത്ത് 25 ബെർത്തുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ അപ്പർ ബെർത്ത് പ്രിഫറൻസ് കൊടുത്ത് എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. കണ്ണൂരിൽ നിന്ന് യശ്വന്ത്പൂരിലേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിന് വന്ന ടിക്കറ്റ് ചാർജ് 375 രൂപയാണ്. നമ്മുടെ ഈ ഭാഗത്തെ സൈഡ് ലോവർ, സൈഡ് അപ്പർ, 2 മിഡിൽ ബെർത്ത്, 2 ലോവർ ബെർത്ത്, ഇതൊക്കെ ഏത് ഭാഗത്തുനിന്നാണ് കയറുന്നത്? ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമാണ്. നേരെ എന്താ പറയാ, ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂർ മുന്നേ ചാർട്ട് പ്രിപ്പയർഡ് ആവും. അതിനുശേഷം മാത്രമേ ഇത് നോക്കാൻ പറ്റുള്ളൂ. നേരെ ഗൂഗിള് കയറിയ ശേഷം ചാർട്ട് വേക്കൻസി എന്ന് പറഞ്ഞ് വെറുതെ അടിച്ചു കൊടുത്താൽ മതി. ശേഷം നമ്മൾ ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ വണ്ടിയുടെ നമ്പർ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പേര് അടിച്ചു കൊടുക്കുക, ഡേറ്റ് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബോർഡിംഗ് സ്റ്റേഷൻ, ഞങ്ങൾ ബോർഡിംഗ് സ്റ്റേഷൻ കണ്ണൂരാണ്. അങ്ങനെ അടിച്ചു കൊടുത്ത സമയത്ത് ഇങ്ങനെ വരും. അതായത് നമ്മുടെ കോച്ചിന്റെ ഒരു ലേഔട്ട് വരും. അതിൽ S5 ആണ് സെലക്ട് ചെയ്തത്. നമ്മുടെ കണ്ടോ 51, ഇതിൽ കാണാം കണ്ണൂർ ടു യശ്വന്തൂർ ഒക്കുപേട്. ഇത് 54. അങ്ങനെ താഴെ നോക്കുന്ന സമയത്ത് ഇത് കോഴിക്കോട് നിന്ന് യശ്വന്തൂരേക്കാണ് കേട്ടോ. അങ്ങനെ സൈഡിൽ ഓവർ അങ്ങനെ ഒരുപാടുണ്ട്. കോഴിക്കോട് നിന്ന് ഒസൂരേക്ക് ഒക്കുപേട് വേക്കന്റ് കാണാം നമുക്ക് ഇവിടെ. അതുപോലെ തന്നെ സൈഡിൽ ഓവർ നോക്കുന്ന സമയത്ത് ഇത് RAC ആണ് കേട്ടോ. ഇത് കൊയിലാണ്ടിന്ന് യശ്വന്തൂരിലേക്ക് ഒരാൾ കയറും. അതുപോലെ തന്നെ തിരൂരിന്ന് കർമ്മലാരേക്കും ഒരാൾ കയറും. ഇപ്പൊ സിമ്പിൾ ആണ്. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് നമ്മുടെ കോ പാസഞ്ചർ എവിടെ നിന്നാണ് കയറുക സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കൃഷ്ണരാജപുരം ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WAP7 ആണ് ലോക്കോമോട്ടീവ്. ബാംഗ്ലൂർ വരെ ഇത് തന്നെയാണ്. ട്രെയിൻ പുറപ്പെടാൻ ഇനി ഒരു 20 മിനിറ്റും കൂടിയുണ്ട്. മുന്നിലത്തെ അണ്ടർസോഡിലൊക്കെ നല്ല തിരക്ക് വന്നു. ഇവിടെ ഒരു റേക്ക് കാണുന്നില്ലേ, ഇത് രാവിലെ എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് ഇന്റർസിറ്റിയായി വന്നതാണ്. ഇനി ഇത് നാളെ രാവിലെ കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള എക്സിക്യൂട്ടീവ് ആയിട്ടാണ് പോവുക. അപ്പോൾ അത് റേക്ക് ഷെയറിംഗ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ റേക്ക്, അതായത് ഈ ഒരൊറ്റ റേക്ക് തന്നെ 3 വണ്ടിയായിട്ട് പോകുന്നുണ്ട്. വഞ്ചിനാട്, എറണാകുളം ഇന്റർസിറ്റി, ആലപ്പുഴ എക്സിക്യൂട്ടീവ്. കണ്ണൂരിൽ നിന്ന് കറക്റ്റ് 6:05 തന്നെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. കണ്ണൂരിനെയും യശ്വന്ത്പൂരിനിടയിൽ ഈ ട്രെയിനാകെ 17 സ്റ്റോപ്പുകളാണുള്ളത്. ഇനി അടുത്ത സ്റ്റോപ്പ് തലശ്ശേരി. ഇവിടെ കാണുന്നില്ലേ, ഇതിൽ കാറൊക്കെയാണ് കൊണ്ടുപോവുക, പുതിയ കാറുകളൊക്കെ. ഇപ്പൊ നല്ല കാലാവസ്ഥയാണ്, മഴയൊന്നുമില്ല. ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത് സദേൺ റെയിൽവേ അല്ല, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ്. അവരുടെ വണ്ടിയാണിത്. പക്ഷെ വണ്ടിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. സൗത്ത് വെസ്റ്റേൺ റെയിൽവേന്റെ വണ്ടികളൊക്കെ ക്ലീനിങ്ങിൽ പക്കയാണ്. ട്രെയിൻ ഇപ്പൊ 110 km/h സ്പീഡിലാണ് പോകുന്നത്. കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയിലുള്ള ആ ഒരു സ്പീഡ്. അല്ലെങ്കിൽ ഈ ട്രെയിൻ സ്പീഡിന്റെ കാര്യത്തിൽ പൊളിയാണ്. തലശ്ശേരിയിലേക്ക് ട്രെയിൻ എത്തുകയാണ്. അതിന് മുന്നേ തന്നെ ഇവിടെ ചെറിയ തുരുത്തുകളൊക്കെ നമുക്ക് കാണാം.
ഈ ഭാഗത്ത് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച ഇതാണ്. അടിപൊളിയല്ലേ? തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ഇവിടെ നിന്നൊക്കെ ഇനി അൺറിസർവ്ഡ് കയറാനുള്ള തിരക്ക് നോക്കിക്കോ. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഇവിടെയാണ്. അതുപോലെ തന്നെ ഈ ട്രെയിൻ ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ ട്രെയിനിൻ്റെ അൺറിസർവ്ഡിൻ്റെ കാര്യം എടുത്ത് പറയണം. കാരണം എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഷൊർണൂരേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ശ്വാസം വിടാൻ പോലുള്ള സ്ഥലം ഉണ്ടാവില്ല അല്ലേ? ഇന്നൊരു എന്താ പറയുക വീക്കെൻഡ് ഒന്നുമല്ല, ഇട ദിവസമായിട്ടാണ് എന്താ പറയുക അത്രത്തോളം തിരക്കുണ്ടോ നമുക്ക് പറയാൻ പറ്റൂല. എങ്കിലും ഈ നമ്മളെ എന്താ പറയുക ഒരുപാട് പഠിക്കേണ്ട പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന സമയത്തായിരിക്കും ഭയങ്കര തിരക്ക്. ഷൊർണൂരൊക്കെ എത്താനാകുമ്പോൾ നമുക്ക് എന്തായാലും അൺറിസർവ്ഡിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം, തിരക്കൊക്കെ ഉണ്ടോയെന്ന് അറിയണമല്ലോ. തലശ്ശേരി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കടൽ കാണാം. കടൽ തീരം വഴിയാണ് ട്രെയിൻ പോവുക. കഴിഞ്ഞു, ഇനി കാണില്ല. ഒരു ചെറിയൊരു വ്യൂ നമുക്ക് കാണാം. ഇതിലൂടെ തന്നെയാണ് നാഷണൽ ഹൈവേ. ബാക്കി റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യണം. ആറ് 39 ട്രെയിൻ ഇപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. വടകരയിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. വടകര റെയിൽവേ സ്റ്റേഷനൊക്കെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട സ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സ്റ്റേഷനായി മാറി ഇതൊക്കെ. ആറ് 55 ട്രെയിൻ ഇപ്പോൾ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. കൊയിലാണ്ടിയിൽ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഈ ട്രെയിനിൽ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് ഒരുപാട് കറണ്ട് അവൈലബിൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് വരാം. അതുപോലെ തന്നെ ഈ ട്രെയിനിൽ ഡി റിസർവ്ഡ് കോച്ചുണ്ട്. അതായത് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് സ്ലീപ്പർ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ തരും. അതിൻ്റെ കോച്ച് ഉള്ളത് S7ഉം S8ഉം ആണ്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരെ മാത്രമേ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ട്രെയിൻ അങ്ങനെ കോഴിക്കോട് എത്തി. കോഴിക്കോട് നഗരത്തിൻ്റെ ആ ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം വരിക. 7:19 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. നമ്മുടെ ഇവിടെയുള്ള ബെർത്തിൻ്റെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഈ ഭാഗത്തൊക്കെ എന്തായാലും കയറും. കോഴിക്കോട് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. കോഴിക്കോട് 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. പക്ഷേ ഇനിയിപ്പോൾ ഇവിടുന്ന് 7:30 മാത്രമേ എടുക്കുള്ളൂ. ബിഫോർ ടൈമിനെ വണ്ടി എത്തി. ഇപ്പോൾ രാത്രിക്കുള്ള ഭക്ഷണം ഇവിടുന്ന് വാങ്ങിക്കാം. ഈ ഭാഗത്തൊന്നും കാണുന്നില്ല, കുറച്ച് അങ്ങോട്ട് പോയി നോക്കട്ടെ. ചപ്പാത്തി, ബിരിയാണി അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും. വണ്ടി ഓൾമോസ്റ്റ് ഇവിടുന്ന് തന്നെ ഫുള്ളാവും. കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. ഇവിടെ ഒരു ഫുഡും വരുന്ന കാണുന്നില്ലല്ലോ. गाड़ी संख्या 1652 कन्नूर यशवंतपुर एक्सप्रेस प्लेटफॉर्म क्रमांक 1 पर खड़ी है. അനൗൺസ്മെന്റ് മാത്രമുണ്ട്. പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇതാ പോയി വാങ്ങിച്ചോ. ബിരിയാണി വേണോ, പൊറോട്ട വേണോ, ചപ്പാത്തി വേണോ? ബിരിയാണി അടിക്കാം അല്ലേ? കുറേ ആയില്ലേ ബിരിയാണി കഴിച്ചിട്ട്. ബിരിയാണി വേണം.
ഇവിടെ ചപ്പാത്തി പൊറോട്ട ബിരിയാണി. അങ്ങനെ കോഴിക്കോട് നിന്ന് ഇതാ ട്രെയിൻ എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ 2 ചിക്കൻ ബിരിയാണി അങ്ങ് വാങ്ങി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട്. അതായത് ഡോർമെട്രി അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് കൂടുതൽ അങ്ങനെയൊക്കെ കാണാം. പകലാണ് ഈ റോഡ് നല്ല ആക്റ്റീവ്. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഇനി അടുത്ത സ്റ്റോപ്പ് പരപ്പനങ്ങാടിയാണ്. രാത്രിക്ക് ഈ പാലം കാണാൻ നല്ല ഭംഗിയാണ്. ചിക്കൻ ബിരിയാണി ഒരെണ്ണത്തിന് 100 രൂപയാണ്. ഇതിൻ്റെ ഡേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. തുറന്നു കഴിഞ്ഞാൽ ഇതിലൊരു അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്. പ്രൈസൊക്കെ ഇങ്ങനെയാണ്. ഒരു പീസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ട്രെയിൻ ഇപ്പോൾ കടലുണ്ടി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, പക്ഷേ സിഗ്നൽ റെഡാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ട്രെയിൻ ഓവർടേക്ക് ചെയ്ത് പോകാനുണ്ടോ ഒന്നും നോക്കിയില്ല. ഇവിടെ ഇപ്പോൾ ഒരു 5 മിനിറ്റിന് മുകളിലായി വണ്ടി നിർത്തിയിട്ട്. കോഴിക്കോടിന് ശേഷം സ്ലീപ്പർ ക്ലാസിൻ്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. വലിയ റഷൊന്നുമില്ല. അതായത് ബുക്ക് ചെയ്ത് വരുന്നവർ മാത്രം. വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റോ അൺറിസർവ്ഡ് ടിക്കറ്റോ അങ്ങനെ ഒന്നും തന്നെ ഈ ട്രെയിനിൻ്റെ അകത്തേക്ക് കയറില്ല. കാരണം നല്ല രീതിയിൽ തന്നെ ചെക്കിംഗ് ഉണ്ട്. 7:58 മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. അടുത്തതിനി തിരൂരാണ്. 8:11 ട്രെയിൻ ഇപ്പം തിരൂരിലെത്തി. തിരൂരും അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ. यशवंतपुर एक्सप्रेस ട്രെയിൻ ഇപ്പോൾ കുറ്റിപ്പുറത്തെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പുള്ളത്. ഈ സ്റ്റേഷൻ ഒരു പ്രത്യേകതയുണ്ട്. വളഞ്ഞിട്ടാണ് ഇവിടുത്തെ ആ ഒരു പ്ലാറ്റ്ഫോം. അങ്ങ് വളഞ്ഞു പോവുകയാണ്. ഇതിനിപ്പോൾ ഈ ഭാഗത്തേക്ക് നോക്കിയാലും അതുപോലെ തന്നെയാണ്. ഇവിടെ സ്റ്റോപ്പില്ലാത്ത ഏതെങ്കിലും വണ്ടി സ്കിപ്പ് ചെയ്ത് പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അങ്ങ് അതിലൂടെ തന്നെയാണ് ഹൈവേ ഉള്ളത്. പിന്നെ ഇവിടെ സ്റ്റേഷൻ്റെ ചെറിയ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പർ ബെർത്തൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്, നല്ല കുഷ്യനിങ് ആണ്. പിന്നെ ഇവിടെ ഈ ഫാനിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ നല്ല പൊടിയാണിതാ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ മുകളിൽ കിടന്നാൽ പെട്ടെന്ന് തുമ്മി ഒരു പരുവാവും. പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ല അല്ലേ? കാണുന്ന സമയത്ത് അല്ല ഈ അപ്പർ ബെർത്തിന്റെ മേലത്തെ ഫാൻ ഒട്ടുമിക്ക ട്രെയിനിന്റെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഇതിന്റെ ക്ലീനിങ് ഒന്നും ഇല്ലല്ലോ. വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ ഇത് മനസ്സിലാവും. 8:59 ട്രെയിൻ ഇപ്പോൾ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഷൊർണൂരിൽ നിന്ന് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അൺറിസർവ്ഡ് തിരക്ക് എങ്ങനെയാണെന്ന് നോക്കാൻ പോവാം. ഇത് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഷൊർണൂരിലെത്തിയപ്പോൾ അൺറിസർവ്ഡിൻ്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇന്നൊരു ഇടദിവസമാണ്, തിരക്കേ ഇല്ല. ഒരുപാട് സീറ്റുകൾ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഡോറിൻ്റെ ഈ ഭാഗത്തൊക്കെ തൂങ്ങിയിട്ടാണ് ആൾക്കാർ പോവുക. ഇന്നെന്തായാലും ഒരുപാട് സീറ്റുകളുണ്ട്. ഇവിടെ ഇപ്പോൾ വന്നാലും അതിൻ്റെ അകത്ത് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഷൊർണൂരിലേക്ക് തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് വന്നിരിക്കുകയാണ്.
ഈ വീഡിയോയിൽ തന്നെ ചെറുവത്തൂരിൽ നിന്ന് രാജധാനി എക്സ്പ്രസ് ഓവർടേക്ക് ചെയ്ത് പോകുന്നത് കാണിച്ചല്ലോ, അതായത് തിരുവനന്തപുരം എക്സ്പ്രസ്സിനെ. അപ്പോൾ ഇവിടുന്ന് രാജധാനീൻ്റെ ഒരു ദിവസം തന്നെ 2 രാജധാനീനെ കണ്ടിരിക്കുകയാണ്. ഷൊർണൂരിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം, 5, 6 അങ്ങനെ കുറച്ച് പ്ലാറ്റ്ഫോമുകളിൽ പെയ്ഡ് AC വെയിറ്റിംഗ് ഹാൾ ഉണ്ട്. 1 മണിക്കൂറിന് 30 രൂപയാണ്. ഈ വെയിറ്റിംഗ് ഹാളില്ലേ, ഇവിടെ ഞങ്ങൾ മുമ്പ് വന്ന സമയത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കംഫർട്ടബിളാണ്. ആ പൈസ കൊടുത്തതിൻ്റെ വെർത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വരുവാണെങ്കിൽ പുറത്ത് വെറുതെ ആ കൊതുകൊക്കെ കടിച്ചിരിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. കേരളത്തിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ പാലക്കാട് ജംഗ്ഷൻ 9:50. ഇത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. കണ്ണൂരിൽ നിന്ന് കയറിയ TT-മാരൊക്കെ ഇവിടെ ഇറങ്ങും. ഇപ്പോൾ ഇവിടെ നിന്ന് അടുത്ത ആൾ കയറും. പാലക്കാട് നിന്ന് ഇതാ ഹൺഡ്രസോഡ് ഭാഗത്തേക്കുള്ള ആൾക്കാർ ഓടിപ്പോകുന്നത് കാണാം. അതുപോലെ തന്നെ ഇവിടെ 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഇവിടെ ബിഫോർ ടൈമിനെ എത്തി. 10 മണിക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുക്കുള്ളൂ. പാലക്കാട് ജംഗ്ഷൻ അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെയൊക്കെ. ഇതാണ് ലാസ്റ്റ് പ്ലാറ്റ്ഫോം 5. പിന്നെ ഇവിടെ തന്നെ ഒരു MU കാണാം. ഇനിയിപ്പോൾ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് തമിഴ്നാട്ടിലാണ്, കോയമ്പത്തൂർ. അപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ ഇവിടെ പറഞ്ഞിനി തമിഴ്നാട്ടിലേക്ക് കയറുകയാണ്. സമയം ഇപ്പോൾ 11:30. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ ട്രെയിൻ കടന്നു പോകുന്നത് സേലം, ധർമ്മപുരി, ഹൊസൂര് വഴിയാണ്. നാളെ രാവിലെ ഇനിയിപ്പോൾ ഒരു 5 മണിയൊക്കെ ആവുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. രാവിലെ 5:44 ട്രെയിൻ ഇപ്പോൾ ഹൊസൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. വണ്ടി ഇപ്പോൾ ഒരു 40 മിനിറ്റോളം ഡിലേ ആണ്. ഹൊസൂര് തമിഴ്നാട് കർണാടക ബോർഡറാണ്. ഇപ്പോൾ ഇവിടെ ട്രെയിന് 2 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി. നമ്മുടെ ട്രെയിനിലൊക്കെ ഒരുപാട് പേര് ധർമ്മപുരി സ്റ്റേഷനിലേക്ക് ഇറങ്ങി. പിന്നെ ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്. ഇനിയിപ്പോൾ ബാംഗ്ലൂർ സൈഡിലേക്കെല്ലാം എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും തണുപ്പായിരിക്കും. ഹൊസൂരിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. സ്റ്റേഷൻ്റെ ഈ ഭാഗത്തിന് ഒരുപാട് ലോറികളൊക്കെ നിർത്തിയത് കാണാം. ഈ കോച്ചിൽ കൂടുതലും മലയാളികളാണ്. അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും ഈ ബീഹാർ, ജാർഖണ്ഡ്, ബംഗാൾ, ആസാമിലൊക്കെ പോകുന്ന വണ്ടികളെ കൂടുതൽ കുറ്റം പറയാറുണ്ടല്ലോ. അതായത് ഈ വാഷ് ബേസിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നോക്കി ഇവിടുത്തെ ഒരു കാഴ്ച നോക്കിയേ. ഇതിപ്പോൾ ഇവിടെ ബ്ലോക്ക് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ എന്തെങ്കിലും വേസ്റ്റൊക്കെ അവിടെ ബ്ലോക്കായി പിന്നെ കഴുകുമ്പോൾ വെള്ളം മൊത്തം കെട്ടിക്കിടക്കുക. ഇനിയിപ്പോൾ ഇത് OBHS സ്റ്റാഫ്സ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് റെഡിയാക്കാൻ പറ്റുള്ളൂ. അതായത് എടുത്ത് പറയാൻ കാരണം നമ്മൾ ഈ വൃത്തിയുടെ കാര്യം പറഞ്ഞു ബംഗാളികളെ മാത്രമാണല്ലോ കുറ്റം പറഞ്ഞത്. ഇത് മലയാളികളും ഏകദേശം ഇതൊക്കെ സെയിം തന്നെയാണ്. അതായത് യാത്ര ചെയ്യുന്നവരാണ് ട്രെയിനെ വൃത്തികേടാക്കുന്നത്. ഈ ട്രെയിനെ കുറ്റം പറയാറില്ലേ, ട്രെയിനൊന്നല്ല വിഷയം, ട്രെയിനിലത്തെ യാത്രക്കാരാണ് ഏറ്റവും വലിയ വിഷയം വരുന്നത്. 6:15 ട്രെയിൻ ഇപ്പോൾ കർണാടകയിലെത്തി. കാർമലാരം സ്റ്റേഷനാണിത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങി. ഇനി അടുത്തതാണ് ബനസ്വാടി. അവിടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഈ കോച്ചിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തെ വാഷ് ബേസിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇവിടെയും ബ്ലോക്കാണ്. ഇത് തമ്പാക്കും ഗുഡ്കിന്നും ചവച്ച് തുപ്പുന്നൊന്നുമല്ല, നമ്മുടെ കൈയൊക്കെ കഴുകി, അതായത് ഈ ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ വേസ്റ്റ് ഇല്ലേ, അതാണ് ഇവിടെ മൊത്തത്തിൽ ബ്ലോക്ക് ആയത്. ഒരു വല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥയാണ് ഇത്. ഇവിടെ ഒരു വന്ദേ ഭാരതിനെ കാണാം. ബനസ്വാടി എത്തി.
കണ്ണൂരിൽ നിന്നും 645 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ ഇതാ ബാംഗ്ലൂരിലെ ബനസ്വാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. 6:42. ഇവിടെ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥ തന്നെയാണ്. ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് ഇനി യശ്വന്ത്പൂരിലാണ്. 15 കിലോമീറ്റർ പോയാൽ അവിടെ എത്തും. അതാണ് ലാസ്റ്റ് സ്റ്റേഷൻ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ പുറത്തോട്ട് പോവാം. ബനസ്വാടി സൗത്ത് വെസ്റ്റേൺ റെയിൽവേ എന്നൊക്കെ എഴുതിയത് നമുക്ക് കാണാം. ഇവിടുന്ന് ഇതുവഴിയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ നടന്നു പോകുന്നത്. ഒരുപാട് ഓട്ടോകളുണ്ട് ഇവിടെ. ഞങ്ങൾ ട്രെയിനിൽ യശ്വന്ത്പൂരിൽ പോയി ഇറങ്ങാതെ ബനസ്വാടിയിൽ വന്നിറങ്ങാൻ കാരണം ഞങ്ങൾ ഇനി നേരെ പോകുന്നത് SMVT റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ ബനസ്വാടിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. യശ്വന്ത്പൂരിൽ നിന്നാണ് കുറച്ചധികം കിലോമീറ്റർ ഉണ്ട്. നമുക്ക് മെട്രോ ഒക്കെ കയറി വേണം പോകാൻ. ഇപ്പോൾ രാവിലെ കുറച്ച് നടക്കാന്നൊക്കെ കരുതി. ഓട്ടോ ഒക്കെ ഉണ്ട്, പക്ഷേ ഓട്ടോയിലൊന്നും പോകുന്നില്ല. ഇവിടെയൊക്കെ വീടുകളാണ്, ആൾക്കാർ താമസിക്കുന്ന ഒരു ഭാഗമാണിത്. ഇവരൊക്കെ ഈ പുറത്തേക്കാണ് വേസ്റ്റൊക്കെ വലിച്ചെറിയുന്നത്. ബനസ്വാടി റെയിൽവേ സ്റ്റേഷനിൽ വളരെ എളുപ്പത്തിൽ തന്നെ SMVT ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലെത്തി. യശ്വന്ത്പൂരിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം പോയേനെ. ആ വണ്ടി ഇപ്പോഴും ബനസ്വാടിയിൽ ഉണ്ടത്രേ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോവാം. ഈ ഭാഗത്തേക്ക് തന്നെ ബസ് സർവീസൊക്കെ അവൈലബിൾ ആണ്, മെജസ്റ്റിക്കിൽ നിന്ന് തന്നെ. കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള പ്രധാനപ്പെട്ട ട്രെയിനുകളിൽ ഒന്നിൽ തന്നെയാണ് ഇന്ന് യാത്ര ചെയ്തത്. അതുപോലെ ഇവിടെ SMVTയിലേക്ക് ഞങ്ങൾ വരാൻ മറ്റൊരു കാരണമുണ്ട്. ബീഹാറിലേക്ക് പോകുന്ന സംഘമിത്ര എക്സ്പ്രസ്സിലാണ് ഇനി യാത്ര ചെയ്യുന്നത്. അതിലത്തെ യാത്ര എങ്ങനെയാവും ഒന്നും അറിയില്ല. സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. മിക്കവാറും എന്താ പറയാ, എടുത്തു പറയുന്നില്ല, ബീഹാറിലേക്കുള്ള ട്രെയിനിലൊക്കെ എന്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാല് ദുഷ്കരം തന്നെയാണ് യാത്രയൊക്കെ. അതെ, അപ്പൊ എന്താ പറയാ, ഈ ബാംഗ്ലൂരിലേക്കുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സംഘമിത്ര എക്സ്പ്രസിന്റെ യാത്രകളൊക്കെ ആയി അടുത്ത ദിവസം കാണാം. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ.